الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കാത്തു സംരക്ഷിക്കണമേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വളരെ വലിയ ആത്മവിശ്വാസം പരിശുദ്ധ റമളാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള വിശ്വാസത്തിന്റെ കരുത്തും ജീവിതത്തിന്റെ ലക്ഷ്യബോധവും ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് റമളാൻ നമ്മെ വിട പറഞ്ഞിട്ടുള്ളത്. നാം ചെയ്ത മുഴുവൻ അനുഷ്ഠാനങ്ങളും അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും പരിശുദ്ധ റമളാനുകൾ കണ്ടുമുട്ടാനും ജീവിതത്തിൽ കൂടുതൽ നന്മകൾ ചെയ്തു കൂട്ടുവാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമ്മെ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള സമ്പാദ്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അത് നമ്മുടെ സമയമാണ്. ഒരു ചുരുങ്ങിയ ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നൈമിഷികമായതിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള ഒരു കുതിപ്പിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. നാളെ നമ്മെ കാത്തിരിക്കുന്നത് സുഖാനുഗ്രഹങ്ങളുടെ ലോകമാണ്. ജന്നാത്തുൽ ഫിർദൗസാണ് സമയത്തെ വിലമതിച്ചവർക്ക് റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ ജീവിതത്തെ മാത്രം ക്ഷണികമായി കാണുന്നതിന് പകരം അതാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നവർക്ക് ജ്വലിക്കുന്ന നരകാഗ്നിയും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലുള്ള ഏറ്റവും വലിയ പരീക്ഷണം അവൻ തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടു പോവുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 81-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ബല, അങ്ങനെയല്ല. മൻ കസബ സയ്യിഅത്തൻ,
ഒരാൾ ജീവിതത്തിൽ ദുഷ്കൃത്യങ്ങൾ ചെയ്യുകയും ആ പാപത്തിന്റെ വലയിൽ അവൻ അകപ്പെടുകയും ചെയ്താൽ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പാപത്തിന്റെ വലയത്തിൽ അകപ്പെടുക എന്നതിനെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിതങ്ങളായി കൊണ്ടിരുന്നാൽ അവന്റെ ചുറ്റുമുള്ള പാപത്തിന്റെ വലയം വർദ്ധിക്കുകയും പിന്നീട് ആ വലയത്തിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള മാർഗം അവന് ഇല്ലാതായി തീരുകയും ചെയ്യുമെന്നാണ്. ആ വലയം അങ്ങ് അടഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ അവൻ പാപത്തിൽ തന്നെ മുഴുകി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു അവസരം നിഷേധിക്കപ്പെട്ടവനായി തീരും. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത് ഫഉലൈക അസ്ഹാബുന്നാർ, അക്കൂട്ടർ നരകത്തിന്റെ ആളുകളായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ നരകത്തിൽ ശാശ്വതരായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് പരിശുദ്ധ റമളാനിലെ ഓരോ ദിനരാത്രങ്ങളും നരകമോചനത്തിനുള്ളതാണ്. ഓരോ സെക്കൻഡുകളും അവന്റെ പാപങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ളതാണ്. എല്ലാം സമ്പൂർണമായി പ്രയോജനപ്പെടുത്തിയവരാണ് നമ്മൾ. ഇനി ഒരു തിരിച്ചുപോക്ക് നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റിവെച്ച, നാം ഇസ്തിഗ്ഫാർ നടത്തിയ, നാം തൗബ ചെയ്ത് ഇല്ലെന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് നാം തിരിച്ചു പോയാൽ റഹ്മാനായ റബ്ബ പറയുന്നത് അവന്റെ പാപത്തിന്റെ വലയത്തിൽ അവൻ അകപ്പെടുകയും ചെയ്താൽ, ആ വലയം അങ്ങ് മൂടിപ്പോയാൽ പിന്നീട് അവന് സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള പാപമോചനത്തിന്റെ, ഇസ്തിഗ്ഫാറിന്റെ, റഹ്മാനായ റബ്ബിന്റെ നിഅമത്ത് ലഭിക്കുന്ന ഒരു വാതിലും അവന് മുമ്പിൽ തുറക്കപ്പെടുകയില്ല. ഫഉലൈക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികൾ തന്നെ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ എന്നും ആ നരകത്തിൽ ശാശ്വതരായിരിക്കും എന്നാണ്. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് റമളാൻ എന്നുള്ളത് ഈ വലയത്തെ ഭേദിക്കാൻ അള്ളാഹു നൽകിയ അവസരമാണ്. അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസം നമുക്ക് ഉണ്ട് എന്നാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് അത്തരം വിശ്വാസികളോട് അള്ളാഹു പറഞ്ഞത് വല്ലദീന ആമനൂ, അവർ വിശ്വസിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ നൈരന്തര്യത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. സൽക്കർമ്മങ്ങൾ ഒന്നും അവർ നഷ്ടപ്പെടുത്തുകയില്ല. അവർ പകലിലുള്ള ആ ഭക്ഷണം ഉപേക്ഷിക്കുന്ന ആ നോമ്പിനെ മാത്രമേ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കൂ. സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ പകലുകളിൽ അവർ ബാക്കി ഒരു നന്മയും അവർ മുടക്കുകയില്ല. അല്ലാഹു പറഞ്ഞു ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗാവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും എന്നാണ്. ഈ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പക്ഷെ പിശാച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകളുടെ വാതിലുകൾ തുറന്ന് ആ വലയത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി കാണിക്കുന്ന ഒരു കുതന്ത്രം എന്തെന്നറിയുമോ? ഈ ദുനിയാവാണ് ഏറ്റവും വലുതെന്നും പരലോകം ഏറ്റവും ചെറുതാണ്, അല്ല കുറെ കഴിഞ്ഞിട്ടാണ് എന്നുമുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് അവൻ കൊണ്ടുവരും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ ദുനിയാവിന്റെ ചെറുപ്പം അവന് മനസ്സിലാകണം, പരലോകത്തിന്റെ വലുപ്പവും അവന് ബോധ്യപ്പെടണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, മദ്ദുനിയ ഫിൽ ആഖിറ, ആഖിറവും ദുനിയാവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുക്കും ഇസ്ബഅഹു ഹാദിഹി ഫിൽ യം, ഒരാൾ ഒരു പുഴയിൽ തന്റെ ചൂണ്ടുവിരലൊന്ന് മുക്കി അവൻ പുറത്തേക്ക് എടുക്കട്ടെ, എന്നിട്ട് അവൻ ആ വിരലിലേക്ക് നോക്കട്ടെ, അവന് എന്താണ് അത് തിരിച്ചു കൊണ്ടുവന്നത്? ആ പുഴയിൽ നിന്ന് തന്റെ ചൂണ്ടുവിരലിന് ഒരു തുള്ളി വെള്ളത്തിൽ അല്ല, അതിനേക്കാൾ കുറഞ്ഞൊരു അളവ് മാത്രമാണ് അവന് കൊണ്ടുവരാൻ ലഭിച്ചത്. അതുപോലെയാണ് അതിനേക്കാൾ പാരാവാരം പരന്നു കിടക്കുന്ന ആ പുഴയും കടലുമൊക്കെ നാളെ പരലോകത്തിന് ഉപമയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു തുള്ളി വെള്ളം വേണോ, ഒരു കടല് വേണോ എന്ന ചോദ്യത്തിന് നമ്മളാണ് മറുപടി പറയേണ്ടത്. പരലോകം ശാശ്വതമാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ആയുസ് ഏറിയാൽ 60, 70, അത് തന്നെ ആരോഗ്യമുണ്ടെങ്കിൽ,
അല്ലേ? അതിനപ്പുറം കിട്ടുന്നതൊക്കെ ചിലപ്പോ നമുക്കും പ്രയാസമായിരിക്കും, ബാക്കിയുള്ളവർക്കും പ്രയാസമായിരിക്കും. പക്ഷേ ഈ 60 70 മനസ്സെത്തുന്നിടത്ത് കണ്ണും ശരീരവും എത്തുന്ന ഈ പ്രായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാം, അനശ്വര ലോകത്തേക്ക് നീ അധ്വാനിക്കണം. നാളെ പരലോകത്തിന് വേണ്ടി കാത്തിരിക്കാൻ, അധ്വാനിക്കുവാൻ വേണ്ടി ഉള്ളതാണ് ഈ അല്പകാലം എന്ന് റഹ്മാനായ റബ്ബിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധിയുള്ള ആളുകൾ ഈ ലോകത്തെ ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തും, അവർ പാഴാക്കുകയില്ല. വല്ല കാരണത്താലും നഷ്ടപ്പെട്ടാൽ അതിൽ വലിയ ഖേദം വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, ബുദ്ധിമാനായ മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി പറയാം, അന്നഹു ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അൽ കയ്യിസ്, ബുദ്ധിയുള്ള മനുഷ്യൻ, തന്റെ ഇടമുള്ളവൻ, ജീവിത കാഴ്ചപ്പാടുള്ളവൻ, ലക്ഷ്യബോധമുള്ളവൻ, മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗതി, അവന്റെ ജീവിതത്തെ അവൻ ക്രമീകരിക്കുമെന്നാണ്, ചിട്ടപ്പെടുത്തും. എന്തിന്? വ അമില, എന്നിട്ട് അവൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യും. ദുനിയാവിന് വേണ്ടിയല്ല, ലിമാ ബഅദൽ മൗതി, മരണത്തിന് ശേഷം എനിക്ക് സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പ്ലാൻ ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. വൽ ആജിസ്, കഴിവ് കെട്ടവൻ. ആ വാക്കിനർത്ഥം അതാണ്, കഴിവ് കെട്ടവൻ, ഉപകാരമില്ലാത്തവൻ. മനിത്തബഅ നഫ്സഹു ഹവഹ, അവന്റെ തന്നിഷ്ടങ്ങൾക്ക് പിന്നാലെങ്ങനെ പോകും. എന്നിട്ടോ വതമന്ന അലല്ലാഹ്, അവന്റെ മനസ്സിലൊരു തോന്നലുണ്ടാവും, ഇങ്ങനെയൊക്കെ പോയാലും അള്ളാഹു എന്നെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന്. അതൊരു തോന്നല് മാത്രമാണ്, അതൊരു ചിന്ത മാത്രം. അവനെങ്ങനെ ആശ്വസിക്കാൻ വേണ്ടി ഒരു വർത്താനം മനസ്സിനോട് ഇങ്ങനെ പറയും, ഇങ്ങനെയൊക്കെ പോയാലും ഞാൻ വെള്ളിയാഴ്ച പോകണ്ടല്ലോ, ഇന്ന് സുബൈ ജമാഅത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ സാരല്ല, ഇടക്കൊക്കെ ഞാൻ പോകണ്ടല്ലോ, റമദാനിൽ പകലൊക്കെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നല്ലോ, രാത്രി ഇടക്കൊക്കെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ അതൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ മൊത്തത്തിൽ ഒന്ന് പരിഗണിച്ചാൽ അള്ളാഹ് എന്നെ സ്വർഗത്തിൽ ആക്കും. അള്ളാഹിനെ കുറിച്ചൊരു വല്ലാത്ത വ്യാമോഹം അവനുണ്ടാകും, അള്ളാഹ് എന്നെ കാക്കുമെന്ന്. ഇതാണ് വിഡ്ഢിയുടെ ലക്ഷണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശ്വാസികളെ, ഓരോ ജീവിതത്തിലും നമ്മൾ കടന്നു പോകുന്നത് മരണത്തിന്റെ ഗുണപാഠങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ എപ്പോഴും പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമുക്ക് എത്ര അനുഭവങ്ങളാ സഹോദരങ്ങളെ. വിവാഹം തന്നെ നിശ്ചയിച്ച് ദിവസങ്ങൾക്ക് ആകം തന്നെ ആക്സിഡന്റ് ആയി മരിച്ച എത്ര മനുഷ്യന്മാരുണ്ട്. നമ്മൾ എത്ര വാർത്തകൾ കേട്ടിട്ടുണ്ട്. ജോലികൾ ലഭിച്ച് അതിന്റെ സന്തോഷത്തിനിടെ അറ്റാക്ക് വന്ന് മരിച്ചു പോയ എത്ര ആളുകളുണ്ട് അല്ലെ. മരണത്തെക്കുറിച്ച് വല്ലാത്തൊരു അത്ഭുതമാണ്. എന്താണ് സംഭവിക്കുക എന്നറിയാത്ത, നമ്മെ കാത്തിരിക്കുന്ന അത്യത്ഭുതമായൊരു മരണം അല്ലെ. അങ്ങനെ തന്നെ നമുക്ക് മരണത്തെ വിശേഷിപ്പിക്കാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സന്താപവും കൊണ്ടുവരും. സന്തോഷമുള്ള ഒരു മരണത്തെ ആഗ്രഹിക്കാനാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് പറയുന്നത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സഅ, അല്ലാഹുവിന്റെ അടുത്താണ് ഖിയാമത്ത് നാളിന്റെ സഅത്തിനെ കുറിച്ചുള്ള അറിവ്. എന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കും. അതുപോലെ തന്നെ വയുനസ്സുൽ ഗൈസ്, മഴ എന്ത് കൊണ്ടുവരും, എപ്പോ മഴ പെയ്യും, എന്താണ് മഴയിൽ നിന്ന്, അത് നാശമാണോ അതോ സന്തോഷമാണോ, ഒക്കെ അള്ളാന്റെ കിതാബിലാണ് ഉള്ളത്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിൽ ഉള്ളത് എന്താണ് എന്ന് റഹ്മാനായ റബ്ബിനാണ് അറിയാം. 3 രഹസ്യങ്ങളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഒരു മനുഷ്യനും അറിയില്ല നാളെ താൻ എന്താണ് ചെയ്യുക എന്നതിനെ കുറിച്ച് ഒരാൾക്കും അറിയില്ല. നോക്കൂ നിങ്ങൾ, എത്ര ദുർബലനാണ് മനുഷ്യൻ. നാളെ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, എന്താണ് എന്റെ ജീവിതം കൊണ്ട് ഉണ്ടാവുക, ഞാൻ എന്തൊക്കെ പ്രവർത്തിക്കും, ഒരാൾക്കും അറിയുകയില്ല. എന്നിട്ട് അല്ലാഹു മരണത്തെക്കുറിച്ചാ പറഞ്ഞത്, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഏത് മണ്ണിൽ വെച്ച് ഏത് നാട്ടിൽ വെച്ച് എങ്ങനെ മരിക്കും എന്ന് ഒരാൾക്കറിയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു തീർച്ചയായും എല്ലാം അറിയുന്നവനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. വിശ്വാസികളെ, ഈ പറഞ്ഞതിന് ചുരുക്കം എന്താ? നമ്മൾ കയ്യിസാണോ, ബുദ്ധിമാനാണോ? ഈ റമളാനിനെ നാം പ്രയോജനപ്പെടുത്തിയതുപോലെ വരും ദിനരാത്രങ്ങളെ കൂടി ചിട്ടയായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് പറ്റുമോ എന്നാണ്. എത്ര മയ്യത്തുകൾ നമ്മൾ കാണുന്നു, എത്ര മയ്യത്തുകൾ നമസ്കരിക്കുന്നു, എത്ര പേരെ നമ്മൾ കൊണ്ടുപോയി ഖബറിൽ വെക്കുന്നു. നാളെയും
നാളെ നമ്മെയും വഹിച്ചുകൊണ്ട് ഇങ്ങനൊരു യാത്രയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, പൊന്നുമോനെ, അൽ യൗമ തസൂറുൽ ഖുബൂർ, നീ ഖബറുകൾ ഇന്നിങ്ങനെ സന്ദർശിക്കുക. ഇന്ന് നീ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ചെല്ലും. വഗദൻ, നാളെ സതസ്കുനുഹാ, നീ അതിൽ താമസിക്കേണ്ടവനാണ്. അല്ലെ, ഇന്ന് കുറെ ആളുകളെ നീ ഖബറടക്കിയിട്ടുണ്ട്, നാളെ നീ അതിൽ പോയി താമസിക്കേണ്ടവനാണ് എന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ മയ്യത്തും വെള്ളത്തുണി കൊണ്ട് തന്നെ പുതക്കും. നമ്മളീ ഖബറിൽ എത്തുന്നതിന് വെള്ളത്തുണി കൊണ്ട് പുതക്കും. സഹോദരങ്ങളെ, ബന്ധുക്കൾ, സ്നേഹിതർ നമ്മുടെ മയ്യത്ത് കാണാൻ വരും. നമ്മുടെ മയ്യത്തിന്റെ അടുത്തും അവർ വരും. വേണ്ടപ്പെട്ടവരൊക്കെ മയ്യത്ത് കുളിപ്പിക്കും. നമുക്ക് വേണ്ടിയും ആളുകൾ നമസ്കരിക്കും. അല്ലെ, ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു പോക്കിനെ കുറിച്ച്? അല്ലെ, എത്ര യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ബന്ധുക്കളൊക്കെ വന്ന് ഞാനൊരു വെള്ളവസ്ത്രം ധരിച്ച് എന്നെ നാട്ടുകാർ കുളിപ്പിച്ച് എന്നെ മലർത്തിക്കിടത്തി എന്നെ യാത്രയാക്കുന്ന ഒരു ദിനമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സറിഞ്ഞ് പേടിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇതൊക്കെ ബോധ്യപ്പെടണമെങ്കിലേ ആ മയ്യത്താവിനോട് നിശബ്ദാകല്ല, ആ മയ്യത്തിന് ചിലത് പറയാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മയ്യത്തിന് ചിലത് പറയാനുണ്ട്. എന്താ മയ്യത്ത് പറയാന്നറിയോ? റസൂലുള്ളാഹി പറയാ, ഇദാ വളഅത്തിൽ ജനാസ ഫഹ്തമലഹ, ആ മയ്യത്ത് ആളുകൾ അങ്ങ് ഏറ്റിയാൽ, അങ്ങ് എടുത്താൽ, അർരിജാലു അലാ അഅനാഖിഹിം, അവരുടെ തോളുകളിൽ ആ മയ്യത്ത് കട്ടിലിന്റെ തണ്ടുകൾ ചേർത്ത് വെച്ചവർ നടക്കാൻ തുടങ്ങിയാൽ, ഫഇൻ കാനത്ത് സാലിഹ, നല്ല മയ്യത്താണെങ്കിൽ, ഖാലത്ത് ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോ, എന്നെ വേഗം ഖബറിലേക്ക് വെക്ക്, എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണം, സ്വർഗത്തിന്റെ പരിമളം എനിക്ക് അനുഭവിക്കണമെന്ന് ആ മയ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. വഇൻ കാനത്ത് ഗൈറ സാലിഹ, ആ മയ്യത്തെങ്ങാനും നരകാവകാശിയാണ് എങ്കിൽ, കാലത്തിൽ അഹ്ലിഹ, ആ ഏറ്റ് നടക്കുന്ന കൂടെ നടക്കുന്ന മനുഷ്യരോട് അത് പറയും, യാ വൈലന ഐന യദ്ഖൂന ബിഹാ, നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോണേ, നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോണത്, എന്റെ നാശമല്ലേ ഇത് എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. വിശ്വാസികളെ, റസൂലുള്ളാഹി പറയാ, യസ്മഉ സൗതഹ കുല്ല ഷൈഇൻ, ലോകത്തിൽ എല്ലാവർക്കും ആ ശബ്ദം കേൾക്കാൻ പറ്റില്ല, ഇല്ലൽ ഇൻസാൻ, മനുഷ്യർക്ക് കേൾക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ പരീക്ഷണം, മനുഷ്യർക്ക് കേൾക്കാൻ പറ്റൂല. വലൗ സമിഅൽ ഇൻസാനു ലസ്വഹിക്, മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ ആ മയ്യത്ത് അവൾ ഉപേക്ഷിച്ച് ബോധം കെട്ട് വീഴുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഞാനുങ്ങളും മരിച്ചാലേ നിശബ്ദമാകുമെന്ന് ആരും വിചാരിക്കണ്ട, അത് അവസാനമാണെന്ന് ആരും വിചാരിക്കണ്ട, അത് തുടക്കം മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹ് ചോദിക്കുന്നത്, ഒരുങ്ങിയോ? ആ ഒരുങ്ങിയത് നഷ്ടപ്പെടുത്തുന്ന വല്ലതും ചെയ്തോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാത്തി, സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഒരാളും മരിച്ചു പോകരുത്. ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാത്തി. ഈ ആയത്ത് എപ്പോഴും കേൾക്കുന്നില്ലേ? ജുമുഅക്ക് പാരായണം ചെയ്യാറില്ലേ? ഈ ആയത്തിന്റെ വിശദീകരണമായി അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിനെ അനുസരിക്കലാണ്, ധിക്കരിക്കലല്ല തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹുവിനെ ഓർക്കലാണ്, മറക്കലല്ല തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹുവിനെ നന്ദി കാണിക്കലാണ്, നന്ദികേട് കാണിക്കലല്ല തഖ്വ എന്ന് പറയുന്നത്. അതെ, തഖ്വയുള്ളവരായി, അല്ലാഹുവിനെ അനുസരിക്കുന്നവരായി, സദാസമയം അല്ലാഹുവിനെ ഓർക്കുന്നവരായി, തനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സകല അനുഗ്രഹങ്ങൾക്കും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് നാഥാ, നിനക്കാകുന്ന സർവസ്തുതി എന്ന് പറഞ്ഞ് നന്ദിയുള്ളവരായി ജീവിക്കണം എന്നതാണ് ഈ ആയത്തിന്റെ താല്പര്യം. ഹറാമ് വെടിഞ്ഞു സുഹൃത്തുക്കളെ, തിരിച്ചു വന്നോ? ആ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗവും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ദുരന്തവും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് ഒരു മാസം കാരണമായിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ടുണ്ടോ? നമ്മുടെ 5 നേരത്തെ ജമാഅത്ത് നമസ്കാരം ഈ റമളാനിന് ശേഷം നഷ്ടപ്പെട്ടുവോ? ഇന്ന് സുബഹി ജമാഅത്തിന് പോയിരുന്നോ? ഇന്നലെ ളുഹർ നഷ്ടപ്പെട്ടോ? ഇന്നലെ അസ്ർ നഷ്ടപ്പെട്ടോ? ഒന്ന് ചിന്തിക്ക്, ഒന്ന് ചോദിക്ക്. റമളാൻ കഴിഞ്ഞപ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിൽ
അള്ളാഹ് പറഞ്ഞില്ലേ, ആ വലയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. നാം ആ തിന്മയുടെ വലയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇനി ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്ത വിധം പിശാച് നമ്മെ വലയം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് നമ്മൾ അതേ ചിട്ടയോടുകൂടി തന്നെ പോകാൻ നമുക്ക് പറ്റണം. നമ്മുടെ സന്തോഷവും നമ്മുടെ ആഹ്ലാദവും കുടുംബത്തിനും നാടിനും നന്മയുള്ളതായിരിക്കണം. നാം ആരെയും പരിഹസിക്കരുത്, കുത്തുവാക്ക് പറയരുത്, ഹലാലല്ലാത്തൊരു സമ്പാദ്യം ഉണ്ടാകരുത്, ഹറാമിന് വേണ്ടി ഒരു നടത്തമോ ഇരുത്തമോ സംസാരമോ കാഴ്ചയോ കേൾവിയോ നമുക്കുണ്ടാവരുത്. അങ്ങനെയുള്ളൊരു ജീവിതത്തെയാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. ഉലൈക, അക്കൂട്ടരാണ് ആ സ്വർഗത്തിൽ എന്നെന്നും ശാശ്വതരായിട്ടുള്ളത്. ഖാലിദീന ഫീഹാ, എന്നെന്നും അവർ നിത്യവാസികളായിരിക്കും സ്വർഗത്തിൽ. ആ സ്വർഗ കവാടത്തിൽ നിന്ന് തിരിച്ചു നടക്കുന്ന വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ഇനിയും ഇനിയും ആവർത്തിച്ച് നമ്മോട് ചോദിച്ചുകൊണ്ട് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേർപിരിയാത്ത മരണമെന്ന കൂട്ടുകാരനെ നാം ഓർക്കുന്നുവെങ്കിൽ നമുക്ക് ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങളുണ്ട്. ആ മരണമെന്ന കൂട്ടുകാരനെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 3 നാശങ്ങളുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദഖാഖ് റഹ്മഹുല്ലാഹ് അത് ഇങ്ങനെ വിശദീകരിക്കുന്നു: മൻ അക്സറ ദിക്റൽ മൗത്ത് അക്രമഹുല്ലാഹു ബിസലാസ. ഒരാൾ തനിക്ക് മരിക്കണമെന്നും മരണാനന്തരം എനിക്ക് വിജയിക്കണമെന്നും ചിന്തിക്കുന്ന ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 അനുഗ്രഹങ്ങൾ നൽകി ആദരിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഗുണങ്ങളാണ് അതോടുകൂടി അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക? ബിത്തഅജീലി അത്തൗബ, അയാള് തൗബ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് റമളാൻ കഴിഞ്ഞു കൂട്ടിയേക്കേണ്ടതല്ല. അള്ളാഹ് സ്വീകരിച്ചോ? അറിയില്ലല്ലോ സുഹൃത്തുക്കളെ. നമ്മൾ ചെയ്തതൊക്കെ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ? അറിയില്ല. ആവർത്തിക്കുക. അത്തഅജീലു അത്തൗബ, സ്വീകരിച്ചില്ല എന്ന ബേജാറോട് കൂടി അള്ളാഹുവിനോട് തൗബ ചെയ്ത് തന്റെ റമളാന് പോലെ തന്നെ തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. രണ്ടാമത്, അയാൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹം വഖനാഅത്തുൻ ഫിൽ ഖൽബ്, ഉള്ളത് കൊണ്ട് സംതൃപ്തമായി ജീവിക്കാൻ പറ്റും. 100 രൂപ വരുമാനമുള്ള ആ 100 രൂപ കൊണ്ട് ജീവിക്കും. അതിൽ സന്തോഷമായിരിക്കും. അവൻ 1000 കിട്ടുന്നവനിലേക്കല്ല നോക്കുക, 90ഉം 50ഉം അല്ല, ഒന്നും കിട്ടാത്തവനിലേക്ക് നോക്കി എനിക്ക് 100 കിട്ടിയല്ലോ. ആ ഉള്ളത് കൊണ്ട് സംതൃപ്തി, അത് അള്ളാഹ് നൽകുന്ന അനുഗ്രഹം. 3, വനശാത്തിൻ ഫിൽ ഇബാദ, ഇബാദത്ത് എടുക്കാൻ വല്ലാത്ത ഉന്മേഷമായിരിക്കും. തഹജ്ജുദ് നമസ്കരിക്കാൻ രാവിലെ ആ 3:30 മണിക്ക് എഴുന്നേറ്റ് 4:15 എഴുന്നേറ്റ് ഒരു 3 റക്അത്തെങ്കിലും തഹജ്ജുദ് നമസ്കരിച്ച് പള്ളിയിൽ വരാനും പള്ളിയിൽ നിന്ന് തിരിച്ചു പോകാനും അടുത്ത വക്തിനെ കാത്തിരിക്കാനും ഒക്കെ അന്നശാ, വല്ലാത്ത ഉന്മേഷം അവനുണ്ടാകും. ഈ 3 ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഈ റമളാൻ ഫലപ്രദമായിരുന്നു. അതിന്റെ തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മന്നസിയ അൽ മൗത്ത്, എന്നാൽ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാൾക്ക് ആഖബഹുല്ലാഹു ബിസലാസ, 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കുമെന്നാണ്. 1, ബി തസ്വീഫി അത്തൗബ, അവനെ തൗബ ചെയ്യലിങ്ങനെ നീട്ടി വെക്കും. ചെയ്യാലോ, കുറച്ചുകൂടി കഴിയട്ടെ, ഈ തെറ്റും കൂടി ചെയ്യട്ടെ, അല്ലെങ്കിൽ കുറച്ചു കാലം കൂടി, കുറച്ച് വയസ്സായിട്ട് ഒന്ന് ഹജ്ജിന് പോട്ടെ, ഒന്ന് ഉംറ നിർവഹിക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത റമളാൻ വരട്ടെ, ഇങ്ങനെ പറഞ്ഞ് തന്റെ തൗബയെ, ആ ഇസ്തിഗ്ഫാറിനെ ചോദിക്കൽ അവൻ നീട്ടിവെക്കും. വതർക്കി റിളാബിൽ ഖലീൽ, കുറച്ച് കിട്ടിയാലും അതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവന് കഴിയില്ല, കൂടുതൽ കിട്ടിയാലും അവന് തൃപ്തി ഉണ്ടാവില്ല. രണ്ടും അവനെ സംബന്ധിച്ചിടത്തോളം തൃപ്തിപ്പെടുത്താത്തതായിരിക്കും. 3, വതകാസുലുൻ ഫിൽ ഇബാദ, ഓന് നിസ്കരിക്കാൻ, ഇബാദത്ത് എടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. എത്ര അങ്ങോട്ട് മെനക്കെട്ടാലും അതങ്ങോട്ട് ശരിയാവില്ല.
അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്കുണ്ടെങ്കിൽ ചികിത്സ അനിവാര്യം. റമളാന് കൊണ്ടും രോഗം മാറിയിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലാ മൻ കസബ സയ്യിഅ, ദുഷ്കൃത്യങ്ങൾ ചെയ്യുകയും വ അഹാതതു ബിഹി ഖതിഅ, പാപത്തിന്റെ വലയത്തിൽ അകപ്പെടുകയും ചെയ്തുവോ, പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല, ഫഉലൈക അസ്ഹാബുന്നാർ, അവൻ നരകാവകാശിയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെയാണ് വിലയിരുത്താൻ പറ്റുക, വേറൊരാളെയും വിലയിരുത്താൻ പറ്റില്ല. സ്വന്തത്തെ കുറിച്ച് നല്ലോണം പരിശോധിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ആ കൃത്യമായ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുക. നോക്കി നിങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഖബറിന് സമീപം ഇങ്ങനെ നിൽക്കാൻ, ഖബർ കുത്തിപ്പൂർത്തിയായിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏങ്ങലടിച്ച് കരയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏങ്ങലടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇതു, സഹാബത്തെ നോക്ക്, ഇവിടേക്കാണ് നമുക്ക് മടങ്ങേണ്ടത്, അതുകൊണ്ടൊന്ന് ഒരുങ്ങിക്കൂടെ എന്ന് നമ്മളോട് ചോദിക്കുക. അത് നമ്മളോടുള്ള ചോദ്യ സഹോദരങ്ങളെ. ജീവിതത്തിൽ അവസരങ്ങൾ അള്ളാഹു കൂടുതൽ നൽകിക്കൊള്ളണമെന്നില്ല, കൂടുതൽ നൽകിക്കൊള്ളുന്നില്ല. അള്ളാഹു ഒരു അമൽ എപ്പോഴാണ് കബൂലാക്കുന്നറിയോ? ആ അമൽ ചെയ്തതിന് ശേഷം എന്താണ് മാനസികാവസ്ഥ നോക്കിയിട്ടാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, മാത്രല്ല അതിനനുസരിച്ച് ജീവിക്കും വേണം. അപ്പൊ റമളാൻ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള ജീവിതം ഏറെ പവിത്രമായിരിക്കണം. അതുകൊണ്ട് വിശ്വാസികളെ, പിശാച് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ വല്ലാതെ ഓർമ്മപ്പെടുത്തൽ അനിവാര്യമാണ്. നമുക്ക് ആളുകളുടെ ഓർമ്മപ്പെടുത്തലിനേക്കാൾ നമുക്കുള്ള ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ മരണം തന്നെയാണ്. മരിക്കുമെന്ന ബോധ്യമുണ്ടായാൽ ആരും പിന്നെ ഉപദേശിക്കേണ്ടതില്ല. ആ ഓർമ്മ മാത്രം മതി അവന്റെ ജീവിതത്തെ നന്മയിൽ നിലനിർത്താൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് പുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. കഴിഞ്ഞ റമളാനിനെ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു അമലായി നാളെ റയ്യാൻ എന്ന കവാടത്തിൽ കണ്ടുമുട്ടാനുള്ള തൗഫീഖായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് റഹ്മാനായ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയുടെ കോടതിയിൽ വിചാരണ എളുപ്പമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ വാർദ്ധക്യവും അവരുടെ പ്രതിസന്ധികളും ഒക്കെ അവരുടെ മഗ്ഫിറത്തിനും റഹ്മത്തിനും കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.